93-ൽ തിരിച്ചു വന്നിട്ട് സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കാരണം സാർ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പ്രൊമോഷൻ മേടിച്ചില്ല. കാരണം ഞാൻ കൽക്കട്ടയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി 16 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. വീണ്ടും കേരള പോലീസിൽ കയറാൻ വേണ്ടി. അപ്പം ഇന്ന് റസാഖ് സാറുണ്ട്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു. പിന്നെ സന്തോഷുണ്ട്, പിന്നെ സുധീറുണ്ട്. അവരെ എഴുതിയിട്ട് ഷഫ് സാർ പറഞ്ഞ് നിങ്ങൾക്ക് പോലീസിൽ കയറേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കയറണം എന്ന് പറഞ്ഞു. 2 കൊല്ലം വന്നിട്ട് സെവൻസ് കളിച്ച് നടന്നു. ഒരു തോന്നി എനിക്ക് പോലീസിൽ കയറണം. അപ്പം അന്ന് കൊടിയേരി സാറാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ കൊടിയേരി സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുകൊടുത്തു, ഇങ്ങനെ പേപ്പർ എഴുതി കൊണ്ടുകൊടുത്ത്. പറഞ്ഞ് എന്താ പോലീസ് പേടിച്ചിട്ടാണോ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അതല്ല, വീടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് ഒരു 2011 ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാൻ SI കയറിയത്. പിന്നെ അന്ന് മറഡോണൊക്കെ വന്നപ്പോൾ എനിക്ക് ഡബിൾ പ്രൊമോഷൻ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറായിരുന്നു ഡബിൾ പ്രൊമോഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് AC ആയിട്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഞാൻ സഖാവിൻ്റെ അടുത്ത് പോയി, പിണറായി സാറിൻ്റെ അടുത്ത് പോയി, സാർ എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. AC ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം, ആൾ ചെയ്യാമെന്ന് പറയുള്ളൂ. നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദോഷമായി. എനിക്ക് അന്ന് AC ആയിട്ട് കിട്ടി. പക്ഷേ എനിക്ക് പാർട്ട്ണർഷിപ്പ് കിട്ടുമ്പോൾ BJP ആയിരുന്നു. പാർട്ട്ണർഷിപ്പ് കിട്ടിയപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പിണറായി സാറിൻ്റെ അടുത്ത്, സാറേ ഒരു പ്രൊമോഷൻ കിട്ടിയെങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ റിട്ടയർഡ് ചെയ്യേണ്ട തലേദിവസം എനിക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പം എന്നെ സംബന്ധിച്ച് ഈ 3 പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പം എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും അല്ല, കൽക്കട്ടയിൽ നിന്ന് മറ്റേ ഒരിക്കലും വിളിച്ചില്ല, ഇതേവരെ ലൈഫിൽ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ദാസ് മുർഷി എന്ന് പറഞ്ഞിട്ട് പ്രസിഡൻ്റ് ആയിരുന്നു പണ്ട്. ആൾ മരിച്ച്, ആൾ കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ ആളുടെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഇലക്ഷൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിപ്പോൾ അടുത്ത് ഒരു 3 ആഴ്ച മുന്നേ അത് മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് രജിസ്ട്രേഷന്. എന്നിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ ആളെന്ന് ഇലക്ഷൻ ഇല്ലടേക്കാണ്. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി, എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. എല്ലാവരും വേണം എനിക്ക്. കാരണം ഞാനൊരു നാഷണൽ ഫിഗറാണ്. അതുകൊണ്ടാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളും കേരളത്തിലുള്ളവരും കേരളത്തിൽ പുറത്തുള്ളവരും എന്നെ അങ്ങനെ സ്നേഹിക്കണം. എനിക്ക് അതാണ് താല്പര്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചത്. കാരണം എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരൊറ്റടി കാര്യം കഴിയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷൻ നിൽക്കണില്ല എന്ന് പറയാൻ വേണ്ടി. പക്ഷേ ഞാൻ അല്ലായിരുന്നു. സുരേഷ് ഗോപി പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഒരു MP തന്നോ, ഇപ്പോൾ PT ഉഷയ്ക്ക് കൊടുത്ത പോലെ ഒരു MP തന്നോ, അല്ലെങ്കിൽ പാർട്ടി നോക്കില്ല, ഒരു സ്പോർട്സിൻ്റെ അത് വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ MP ആയി കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വരുന്നു പറഞ്ഞു. അല്ലാണ്ട് ഇങ്ങനെ ഒരു പാർട്ടിയിൽ ആയിട്ട് നിൽക്കാൻ എനിക്ക് എല്ലാവരും വേണം. ഞാൻ അങ്ങനെ കൊണ്ട് നടക്കണതാണ്. ഇത്രേ ഉള്ളൂ, ഇത് പറയാനും വന്നത്. അപ്പോൾ ഈ CPM തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഷാഫ് സാറ് വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അല്ല, മറ്റേ CPM മറ്റേ ഇവർ അടുത്ത വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫ് സാറിനെ അറിയാമല്ലോ, ഞാൻ നിൽക്കില്ല എന്നറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞേ. പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ ഇഷ്ടം അല്ല. ഞാൻ പറഞ്ഞ ദാസ് മുർഷിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മാഡത്തിനോട് കൽക്കട്ടയിലുള്ള പണ്ടത്തെ പ്രസിഡൻ്റായിരുന്നു ഞങ്ങളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ, ആൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആ മാഡം വിളിച്ചു. പിന്നെ മറ്റേ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിൽക്കില്ല സാർ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എനിക്ക് എല്ലാവരും സ്നേഹം മാത്രം മതി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല ഒരിക്കലും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഒരു 4 ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ നിൽക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു വേണ്ട ഇത് പറഞ്ഞു അവരുടെ. ഏത് പാർട്ടിക്കും വേണമെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകാം, സ്വീകരിക്കും. തീർച്ചയായിട്ടും. അതൊരു MP കിട്ടാന്ന് പറഞ്ഞാൽ അത് സ്പോർട്സിൻ്റെ ഇതിൽ കിട്ടിയാലേ പോകുള്ളൂ. അല്ല അവിടെ നിന്നിട്ട് ഈ പാർട്ടിയിൽ ചേരും ആ പാർട്ടിയിൽ ചേരുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് ഏത് പാർട്ടി വന്നാലും MP സ്ഥാനം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും
ഇനി വരില്ലല്ലോ. ഇനിയിപ്പോ എല്ലാവരും ഇതിപ്പോ കേരളത്തിലല്ലേ, ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ ആരെങ്കിലും ചോദിക്കാൻ പറ്റില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും IM ഒരു പിന്നെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് സബ്ജക്റ്റാണ്. അത് എല്ലാ കൊല്ലം ഉള്ളതാണ്. പക്ഷെ ഈ കൊല്ലം കുറച്ച് കൂടുതലായിരുന്നു. അതാണിപ്പോ അമിത്ഷാ വിട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അമിത്ഷാന്റെ മെയിൻ ആളായിരുന്നു വന്നത്. ഞാൻ ആളെടുത്ത് ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഞാൻ തന്നെ പിക്ക് ചെയ്ത്. രണ്ടുപേരും അമിത്ഷാ രണ്ടുപേരും ഒരേ മാതിരി തന്നെയല്ലേ. അപ്പോൾ ഞാൻ തന്നെ പിക്ക് ചെയ്തിട്ട് എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ഞാൻ വിളിക്കില്ല സാർ എന്ന് പറഞ്ഞിട്ട്. അത് മതിയില്ലേ? ഓക്കെ അല്ല? ഇന്നിപ്പോ നമ്മുടെ ഈ ടൂർണമെന്റിനെ പറ്റി കൂടി പിന്നെ നല്ലൊരു ചാൻസാണ്. രണ്ടാമത്തെ കൊല്ലമാണ് എൻ്റെ അമ്മയുടെ ടൂർണമെൻറ്റ് നടക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ബാഡനാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നല്ലൊരു സക്സസ് ആയിരുന്നു. ഇവിടുന്ന് തൃശ്ശൂർ ടു തിരുവനന്തപുരമുള്ള ഏറ്റവും ബെസ്റ്റ് ടൂർണമെൻറ്റിന് കിട്ടിയാണ്. അപ്പോൾ ഈ കൊല്ലം 22-ാം തീയതിയാണ് ഇനോഗ്രേഷൻ. അപ്പോൾ ബാഡനോട് പറയണം, ബാഡൻ വരുന്നു വിചാരിക്കുന്നു. ബാഡൻ എന്നോട് പറഞ്ഞത് കല്യാണത്തിന് പോയപ്പോൾ മറ്റേ ഓസ്ട്രേലിയ ട്രിപ്പിൽ എന്തായാലും വരും വിജയേട്ടാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ വിനായക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകണമെന്നില്ല. നല്ലൊരു ടൂർണമെൻറ്റാണ്. എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കളി കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരും. നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു കേട്ടോ. എല്ലാ നാട്ടുകാരെയും ക്ഷണിക്കുന്നു ടൂർണമെൻറ്റ്. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാനെപ്പോഴും പറഞ്ഞ ചേട്ടാ എന്തിനാ ഇലക്ഷൻ എടുത്തത്, നിങ്ങളുടെ MP സ്ഥാനത്താ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ PT ഉഷയ്ക്കും സച്ചിനും ഇവർക്കൊക്കെ കൊടുത്തല്ലേ, ഞാൻ അതിൽ പാർട്ടി നോക്കില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോണോണ്ട്. ഓക്കെ, താങ്ക് യു.